ഹരേ കൃഷ്ണ. പ്രണാമം. ശ്രീ ഭഗവാൻ ഉവാചയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ ഭഗവാൻ ഉവാചയിലൂടെ അമൂല്യമായ ആധ്യാത്മിക വിഷയങ്ങൾ വളരെ ചുരുക്കത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഇന്ന് നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് ഏകാദശി വ്രതത്തെ കുറിച്ചാണ്. ഏവർക്കും സുപരിചിതമായ വ്രതമാണ് ഏകാദശി വ്രതം. എന്നാൽ ഏകാദശി വ്രതത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പലർക്കും തന്നെ അറിയുകയില്ല. ഏകം എന്നാൽ 1, ദശം എന്നാൽ 10, ഏകാദശി എന്നാൽ 11ാമത്തെ ദിവസം എന്നർത്ഥം. ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും 11ാമത്തെ ദിവസമായി ഒരു മാസത്തിൽ 2 ഏകാദശികൾ, അങ്ങനെ ഒരു വർഷത്തിൽ 24 ഏകാദശികൾ. 24 ഏകാദശികൾ വിവിധ നാമങ്ങളിൽ അറിയപ്പെടുന്നു. ഉദാഹരണത്തിന് യോഗിനി ഏകാദശി, പത്മിനി ഏകാദശി, ഇന്ദ്ര ഏകാദശി, രാമ ഏകാദശി, ജയ ഏകാദശി, വിജയ ഏകാദശി, വൈകുണ്ഠ ഏകാദശി എന്നിങ്ങനെ. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിതരാകുന്നു എന്ന് ബ്രഹ്മ വൈവർത്ത പുരാണത്തിൽ പറയുന്നു. ഏകാദശി വ്രതം അനുഷ്ഠിക്കുക എന്നാൽ ഭഗവാൻ കൃഷ്ണനെ സന്തുഷ്ടനാക്കുക എന്നർത്ഥം. ഭഗവാൻ കൃഷ്ണന് അത്രയേറെ പ്രിയപ്പെട്ട ദിവസമാണ് ഏകാദശി. ഏകാദശിയെ മാധവതിഥി എന്നും പറയുന്നു. ഏകാദശി ദിനത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ ചുരുക്കി നമ്മുടെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും ഭഗവത് സേവനത്തിനായി വിനിയോഗിക്കുന്നു. അതായത് നമ്മുടെ 11 ഇന്ദ്രിയങ്ങളെ, 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും 5 കർമ്മേന്ദ്രിയങ്ങളെയും നാം ഭഗവത് സേവനത്തിനായി ഉപയോഗിക്കുന്നു. ഭഗവാൻ ഗോവിന്ദനിൽ പ്രേമവും ഭക്തിയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഏകാദശി വ്രതത്തിന്റെ തത്വം. ഒരിക്കൽ ഭീമസേനൻ വ്യാസദേവനോട് ഏകാദശിയുടെ പ്രാധാന്യത്തെപ്പറ്റി ചോദിക്കുകയുണ്ടായി. ഏകാദശി അനുഷ്ഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഭീമസേനൻ വ്യാസദേവനോട് ചോദിക്കുകയുണ്ടായി. ഇതിനു മറുപടിയായി വ്യാസദേവൻ പറയുകയുണ്ടായി, തീർച്ചയായും ഏകാദശി വ്രതം അനുഷ്ഠിക്കുക തന്നെ വേണം. അല്ലാത്ത പക്ഷം അവൻ നരകങ്ങളിൽ പോയി പതിക്കുമെന്ന് വ്യാസദേവൻ പറയുകയുണ്ടായി. ഓരോ ഏകാദശിയുടെയും മഹാത്മ്യത്തെ പറ്റി കേൾക്കുമ്പോൾ നമുക്ക് ഏകാദശിയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ കഴിയും. ഭഗവാന് അത്രയേറെ പ്രിയപ്പെട്ട ദിനമാണ് ഏകാദശി. പത്മപുരാണത്തിൽ പറയുന്നു, ഒരിക്കൽ ജൈമിനി ഋഷി തന്റെ ഗുരുവായ വ്യാസദേവനോട് ഏകാദശിയുടെ പ്രാധാന്യത്തെപ്പറ്റി ചോദിക്കുകയുണ്ടായി. ഇതിനു മറുപടിയായി വ്യാസദേവൻ പറഞ്ഞു, ഭൗതിക സൃഷ്ടിയുടെ ആരംഭത്തിൽ ഭഗവാൻ വിഷ്ണു പാപത്തിന്റെ രൂപമായ പാപപുരുഷനെ സൃഷ്ടിക്കുകയുണ്ടായി. പാപങ്ങൾ ചെയ്യുന്നവർക്ക് പാപപുരുഷൻ അങ്ങേയറ്റം ദുരിതം വരുത്തുന്നു. അവന്റെ ശരീരം കറുപ്പാണ്, അവന്റെ കണ്ണുകൾ മഞ്ഞ നിറത്തിലുള്ളതാണ്. ഈ വ്യക്തിത്വം വിവിധ തരമായ പാപപ്രവർത്തനങ്ങളാൽ നിർമ്മിച്ചതാണ്. അവന്റെ തല ബ്രാഹ്മണനെ കൊന്നതിന്റെ പാപങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അവന്റെ കണ്ണുകൾ മദ്യപാനത്തിന്റെ പാപത്താൽ നിർമ്മിക്കപ്പെട്ടതാണ്. അങ്ങനെ അവന്റെ വിവിധ അവയവങ്ങൾ വിവിധ പാപകരമായ പ്രവർത്തനങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഭഗവാൻ പാപപുരുഷനെ നിയന്ത്രിക്കുവാനായി യമരാജനെ നിയോഗിക്കുകയുണ്ടായി. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഭഗവാൻ വിഷ്ണു യമപുരി സന്ദർശിക്കുകയുണ്ടായി. യമരാജൻ അത്യന്തം സന്തോഷവാനായി. അദ്ദേഹം ഭഗവാന്റെ പാദങ്ങൾ കഴുകി ഭഗവാനെ സ്വീകരിച്ചു. ഭഗവാനെ സ്വർണ്ണ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കി. ഭഗവാൻ യമരാജനോട് സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് യമപുരിയുടെ തെക്കേ ദിശയിൽ നിന്നും ദീനരോദനം കേൾക്കുവാനിടയായി. ഭഗവാൻ യമരാജനോട് ചോദിച്ചു, ആരുടെ ദീനരോദനമാണ് ഈ കേൾക്കുന്നത്? ആരാണ് സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്? അപ്പോൾ യമരാജൻ ഭഗവാനോട് പറഞ്ഞു, കൊടും ക്രൂരതകൾ ചെയ്ത ജീവാത്മാക്കൾ നരകലോകങ്ങളിൽ യാതനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് അങ്ങ് കേൾക്കുന്നത്. അവരുടെ ദീനരോദനമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പാപപുരുഷൻ അവരെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. ഇത് കേട്ട് പരമകാരുണ്യവാനായ ഭഗവാൻ ചിന്തിച്ചു, എങ്ങനെയാണ് ഈ ജീവാത്മാക്കളെ മോചിതരാക്കുക എന്ന്. അദ്ദേഹത്തിന്റെ ഹൃദയം അനുകമ്പയാൽ തുളുമ്പി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും അനുകമ്പയുടെ മൂർത്തിഭാവമായ ഒരു സ്ത്രീ രൂപം ആവിർഭവിക്കുകയുണ്ടായി. ആ സ്ത്രീരൂപം ഭഗവാനോട് പറയുകയുണ്ടായി, ഞാൻ അങ്ങയുടെ അനുകമ്പയിൽ നിന്നും ആവിർഭവിച്ചതാണെന്നും അങ്ങയുടെ ഒരു ദാസിയാണെന്നും.
ആരാണോ ഈ ദിനത്തിൽ ഭഗവത് നാമങ്ങൾ ജപിക്കുന്നത് അവർ എല്ലാ പാപ പ്രതികരണങ്ങളിൽ നിന്നും മുക്തരായി ഭഗവത് ധാമത്തിലോട്ട് തിരിച്ചു ചെല്ലുമെന്ന്. ഇത് ഉൾക്കൊണ്ട നരകത്തിലെ ജീവാത്മാക്കൾ ഭഗവത് നാമങ്ങൾ ജപിക്കുകയും അവർ തിരിച്ച് ഭഗവത് ധാമത്തിലോട്ട് പ്രവേശിക്കുകയും ചെയ്തു. ഇത് കണ്ട പാപപുരുഷൻ പ്രാർത്ഥനയോടെ ഭഗവാനെ സമീപിക്കുകയുണ്ടായി. ഏകാദശി ദിനത്തിൽ തനിക്ക് അഭയം നൽകുവാൻ വേണ്ടി ഒരു സ്ഥാനം നൽകണമെന്ന് ഭഗവാനോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ പാപപുരുഷനോട് ഏകാദശി ദിനങ്ങളിൽ ധാന്യങ്ങളിൽ പോയിരിക്കുവാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഏകാദശി ദിനങ്ങളിൽ നാം ധാന്യങ്ങൾ ഭക്ഷിക്കാത്തത്. മാത്രവുമല്ല, ഭഗവാൻ ഭക്തരൂപത്തിൽ വന്നപ്പോൾ, ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ വന്നപ്പോൾ അദ്ദേഹം തന്റെ മാതാവായ സച്ചിദേവിയോട് ഏകാദശി വ്രതം നോൽക്കുവാൻ വേണ്ടി പറയുന്നു. ഏകാദശി വ്രതം ധാന്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നോൽക്കുവാനാണ് തന്റെ മാതാവായ സച്ചിദേവിയോട് മഹാപ്രഭു പറയുന്നത്. ഏകാദശിയുടെ മറ്റൊരു ഐതിഹ്യം ഇങ്ങനെയാണ്. സത്യയുഗത്തിൽ മുര എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. മുര എന്ന ആ അസുരൻ ദേവീദേവന്മാരെ നിരന്തരം ഉപദ്രവിക്കുവാൻ തുടങ്ങി. ഒടുവിൽ ദേവീദേവന്മാർ ഭഗവാൻ വിഷ്ണുവിനെ സമീപിച്ച് സഹായം അഭ്യർത്ഥിച്ചു. ഒടുവിൽ മഹാവിഷ്ണു സ്വയം മുരയുടെ സാമ്രാജ്യമായ ചന്ദ്രാവതിയിലെത്തി മുരയുമായി യുദ്ധം ആരംഭിച്ചു. അനവധി വർഷങ്ങൾ നിരവധി ആയുധങ്ങൾ കൊണ്ട് അവർ യുദ്ധം ചെയ്തു. ഒടുവിൽ അവർ മുഷ്ടിയുദ്ധത്തിൽ ഏർപ്പെട്ടു. മുഷ്ടിയുദ്ധത്തിൽ ഏർപ്പെട്ട ഭഗവാൻ വിശ്രമിക്കുവാൻ വേണ്ടി ഹിമാവതി എന്ന ഗുഹയിലെത്തുകയുണ്ടായി. അപ്പോൾ യുദ്ധത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് മുര എന്ന അസുരൻ ഹിമാവതിയിൽ എത്തുകയും ഭഗവാനെ വധിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്തു. പെട്ടെന്ന് ഭഗവാന്റെ ഇടതുവശത്തു നിന്നും ഒരു സ്ത്രീരൂപം പ്രത്യക്ഷപ്പെടുകയും ഉടൻ തന്നെ മുര എന്ന അസുരനെ വധിക്കുകയും ഉണ്ടായി. ഇത് കണ്ടുണർന്ന ഭഗവാൻ ആ സ്ത്രീരൂപത്തോട് ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് നിഷ്പ്രയാസം അവർക്ക് മുര എന്ന അസുരനെ വധിക്കുവാൻ സാധിച്ചതെന്ന്. ഇതിനു മറുപടിയായി അവർ പറഞ്ഞു, ഞാൻ ഭഗവാന്റെ ഒരു ദാസിയാണെന്നും ഭഗവാന്റെ അനുകമ്പയിൽ നിന്നും ആവിർഭവിച്ചതുകൊണ്ട് മുക്തി നൽകുക എന്നത് അവർക്ക് നിഷ്പ്രയാസം സാധിക്കുമെന്ന്. ഇതിൽ സന്തുഷ്ടനായ ഭഗവാൻ ഏകാദശിയോട് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി ഏകാദശി പറഞ്ഞു, ഏകാദശി ദിനത്തിൽ ആരാണോ ഭഗവാന്റെ നാമം ജപിക്കുന്നത് അവർ എല്ലാ പാപ പ്രതികരണങ്ങളിൽ നിന്നും മുക്തരായി ഭഗവത് ധാമത്തിലോട്ട് തിരിച്ചു പോകണമെന്ന്. ഭഗവാൻ അത് അംഗീകരിക്കുകയും ചെയ്തു. ഭഗവാൻ ഭക്തവത്സനാണ്. ഭഗവാൻ തന്റെ ഭക്തന്മാർക്ക് കൊടുക്കുന്ന വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. ഏകാദശി വ്രതം എല്ലാവരും അനുഷ്ഠിക്കേണ്ട ഒരു വ്രതം തന്നെയാണ്. നിർജ്ജലമാണ് ഉത്തമം. ഇത് പറ്റാത്തവർക്ക് പഴവും പാൽ വർഗ്ഗങ്ങളും ഭക്ഷിക്കാവുന്നതാണ്, എന്നാൽ മിതമായ രീതിയിൽ. നമ്മുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ ചുരുക്കി നമ്മുടെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും ഭഗവത് സേവനത്തിൽ വിനിയോഗിക്കുക എന്നതാണ് ഏകാദശി വ്രതത്തിന്റെ ഉദ്ദേശം. കൂടുതൽ നാമം ജപിക്കുക, ഭഗവത് ഗ്രന്ഥങ്ങളായ ഭഗവത്ഗീത, ഭാഗവതം എന്നിവ വായിക്കുക, ശ്രവിക്കുക എന്നിവയാണ് നാം ഏകാദശി ദിനത്തിൽ ചെയ്യേണ്ടത്. നാം പൂർണ്ണമായും ഭഗവത് സ്മരണയിൽ ഇരിക്കുക എന്നതാണ് ഏകാദശി വ്രതത്തിന്റെ ഉദ്ദേശം തന്നെ. ഹരിഭക്തി വിലാസത്തിൽ ഇങ്ങനെ പറയുന്നു, ഏകാദശി ദിനത്തിൽ ചന്ദനം ചാലിച്ച തുളസീദളം ഭക്തിയോടുകൂടെ ആരാണ് ഭഗവാന്റെ പാദാംബുജത്തിൽ അർപ്പിക്കുന്നത് അവർ തീർച്ചയായും എല്ലാ പാപ പ്രതികരണങ്ങളിൽ നിന്നും മുക്തരായി ഭഗവത് ധാമത്തിൽ തീർച്ചയായും എത്തിച്ചേരുമെന്ന്. ശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഏകാദശി വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വാത്വികമായ ഭക്ഷണം കഴിക്കുകയും 11ാമത്തെ ദിവസം നാം ഉപവസിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിനും ദീർഘായുസ്സിനും ഉചിതമാണ്. മാത്രവുമല്ല, ഏകാദശി ദിനത്തിൽ ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം വളരെ കൂടുതലാണ്. നമുക്കറിയാം, വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത് ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം മൂലമാണ്. നമ്മുടെ ശരീരത്തിലും വെള്ളത്തിന്റെ അംശം വളരെ കൂടുതലാണ്. ഏകാദശി ദിനത്തിൽ നാം ധാന്യങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ ധാന്യങ്ങൾ ജലത്തെ ആഗിരണം ചെയ്യുന്നു. ഇത് ശരീരത്തിന് ദൂഷ്യമായ ഫലം ചെയ്യുന്നു. എന്നാൽ കൃഷ്ണാബോധത്തിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഭക്തന്മാരും ഏകാദശി വ്രതം നോൽക്കുക തന്നെ ചെയ്യണം. കാരണം ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ് ഏകാദശി. ഭഗവാന് പ്രിയപ്പെട്ടതെല്ലാം തന്നെ ഭക്തനും വളരെ പ്രിയപ്പെട്ടതാണ്. നമുക്കറിയാം,
ശ്രീമദ് ഭാഗവതം 9-ാം സ്കന്ധത്തിൽ അംബരീഷ് മഹാരാജാവ് ഏകാദശി വ്രതം നോൽക്കുന്നതിനെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ഏകാദശി വ്രതം എല്ലാ ഭക്തന്മാർക്കും പ്രിയപ്പെട്ട വ്രതം തന്നെയാണ്. ഏകാദശി കഴിഞ്ഞ് പിറ്റേ ദിവസം ദ്വാദശി ദിനത്തിൽ നിശ്ചിത പാരണാ സമയത്ത് നാം ധാന്യങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ഏകാദശി വ്രതം മുറിക്കേണ്ടതാണ്. ഇങ്ങനെ നാം ഭഗവാനെ സന്തുഷ്ടനാക്കുവാൻ അനുഷ്ഠിക്കുന്ന എല്ലാ ഏകാദശി വ്രതവും നമ്മെ ശുദ്ധീകരിക്കുന്നു. ഏകാദശി ദിനത്തിൽ കൂടുതൽ ഭഗവാനെ സ്മരിക്കുവാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ ലക്ഷ്യം തന്നെ അതാണ്, ഭഗവാനെ എപ്പോഴും ഓർക്കുക എന്നത്. സ്മർത്തവ്യ സതതം വിഷ്ണു. ഹരേ കൃഷ്ണ, പ്രണാമം. ശ്രീല പ്രഭാത് കി ജായ്, ഗുരു മഹാരാജ് കി ജായ്. ഹരേ കൃഷ്ണ.